വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ വന്നിരിക്കുന്നത് ടർബോ 23-ാം തീയതി ഇടിക്കട്ട വെയിറ്റിംഗ് അല്ല, ഒരുമാതിരി വേറെ ലെവൽ വെയിറ്റിംഗ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബോ ജോസ് മമ്മൂക്കാന്റെ വരാനിരിക്കുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പടം. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നതിന്റെ മാത്രമല്ല, മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഗ്രാൻഡ് റിലീസ്. ഏകദേശം കേട്ടറിഞ്ഞ റിപ്പോർട്ടുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ 60-ന് മുകളിലുള്ള രാജ്യങ്ങളിൽ ഈ പടം റിലീസ് ആകാൻ ചാൻസ് ഉണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസ് കന്നഡയില് രാജ്ബി ഷെട്ടി തന്നെ പറഞ്ഞു. നമ്മൾ വെറുതെ ഇരുന്നൊരു തള്ളു പറയല്ല, രാജ്ബി ഷെട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മലയാള സിനിമയുടെ കന്നഡയിലുള്ള ഏറ്റവും വലിയ റിലീസ്. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രദേശമാണ് കർണാടക. GCC കൺട്രീസിൽ ഒറ്റയടിക്ക് റിലീസ് ചെയ്യുന്നുണ്ട് പടം. സോ ഇത്രമാത്രം മതി ഒരു മമ്മൂട്ടി കമ്പനിയുടെ ഒരു മാസ് പടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ. ആര് ഡയറക്റ്റ് ചെയ്യുന്നു? വൈശാഖ്. ഒരു സിനിമ നന്നായിട്ട് മേക്ക് ചെയ്യാൻ അറിയുന്ന ഒരു മനുഷ്യനാണ് വൈശാഖ്. സ്ക്രിപ്റ്റ് പാളുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചില സിനിമകൾ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഈ കാലഘട്ടത്തിലെ ഈ തലമുറയിലെ ബെസ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ് മിഥുൻ മാനുവൽ. അപ്പൊ മിഥുൻ മാനുവൽ ആണെന്നുണ്ടെങ്കിലും സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. വൈശാഖിനെ എടുക്കാനും അറിയാം. നായകൻ മമ്മൂക്ക, വില്ലൻ ആര്? ഭാവിയിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള അവസരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഫഹദ് ഫാസിലിനെ പറ്റി എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരുപക്ഷെ അതിന് മുകളിലോ ടാലന്റ് ഉള്ള ആക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു ഡയറക്ടറും കൂടെയാണ്. ആര്? രാജ്ബി ഷെട്ടി. അപ്പൊ രാജ്ബി ഷെട്ടി മമ്മൂക്കെതിരെ വില്ലനായിട്ട് വരുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു ഗംഭീര ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള സിനിമകൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അഭിനയത്തിൽ പാളാറില്ല, അദ്ദേഹത്തിന്റെ സെലക്ഷൻസ് പാളാറില്ല. അപ്പം വെറുതെ ഒന്നും രാജ്ബി ഷെട്ടി ഒരു മാസ് മസാല പടത്തിലൊന്നും അഭിനയിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇതിന് അത്രമാത്രം ഒരു കഥയുണ്ട്. മിഥുൻ മാനുവലിന് പറഞ്ഞിട്ട് ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. പിന്നെ അടി, പള്ളിപ്പെരുന്നാളടി, ബസ്സിലടി, തിയേറ്ററിലടി, അങ്ങനെ പിന്നെ വിദേശ രാജ്യങ്ങളിലും അടി. അങ്ങനെ മമ്മൂക്കാന്റെ ഈ ടൈമിൽ ഈ പ്രായത്തിൽ ആക്ഷൻ ചെയ്യുന്നുള്ള സംഭവമുണ്ട്. പിന്നെ ഔട്ട് ആൻഡ് ഔട്ടിൽ ലുക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും വമ്പ മേറ്റിംഗ് ആണ്. എന്തായാലും 100 കോടി ഇല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ഒരു ട്രോള് പോലുള്ള ഒരു ആക്ഷേപം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മമ്മൂക്കൊക്കെ 100 കോടി ഇല്ല, 100 കോടി ഇല്ല. ഒരു പക്ഷെ സിനിമ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയുടെ തന്നെ ബെസ്റ്റ് ടൈമിലെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് ഈ പടം പോകാൻ ചാൻസസ് ഉണ്ട്. 200 കോടി ഇല്ലെങ്കിൽ 300 കോടിക്ക് മുകളിൽ വേണമെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാരണം പോസിറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ ടർബോ തൂക്കും. അതുവരെ അദ്ദേഹത്തിന് നേരിട്ടിരിക്കുന്ന പരിഹാസങ്ങളൊക്കെ കൂടി ടർബോ കൊണ്ട് മാറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഈ സമയത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഈ സിനിമയുടെ പിന്നിൽ ഉണ്ടാകുന്നുണ്ട്. മമ്മൂക്കയ്ക്ക് എതിരെ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സിനിമ സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ, സിനിമ നല്ലതാണെങ്കിൽ ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും. അത് ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ വെയിറ്റിംഗ്.